ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം നേരത്തെ തുടങ്ങും എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളുമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിച്ചതിന് ശേഷം 2 തവണ തുക വിതരണം ചെയ്തു. നമുക്കറിയാം, 2000 രൂപയിലേക്കാണ് ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഇലക്ഷൻ വരികയും ഇലക്ഷനിൽ തന്നെ ഇപ്പോൾ തുക വർദ്ധിപ്പിച്ച പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് ഇലക്ഷനോടനുബന്ധിച്ച് മാത്രം നടത്തിയ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഇലക്ഷന് ശേഷം വീണ്ടും ക്ഷേമ പെൻഷൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നാണ് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും നേരത്തെ പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് തുക 3000 രൂപയിലേക്ക് വരെ എത്തിക്കുവാനുള്ള സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ തുക ഇനി വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു തുക ഉടനെ വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ഇലക്ഷനിൽ ഒരുപക്ഷെ വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ 2500 രൂപയിലേക്ക് വരെ ക്ഷേമ പെൻഷൻ തുക എത്തിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല, അടുത്തതായിട്ട് ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഇലക്ഷൻ സമയമൊക്കെ വീണ്ടും നിയമസഭാ ഇലക്ഷനൊക്കെ വീണ്ടും വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കുക എന്നതിലുപരി കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുകയും കറക്റ്റ് സമയത്ത്, അത് സംസ്ഥാന സർക്കാർ സാധാരണ രീതിയിൽ എല്ലാ മാസവും 20-25 തീയതിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. പക്ഷേ ഈ മാസവും പെൻഷൻ തുക ഈ ഒരു ഇലക്ഷൻ്റെയൊക്കെ ഒരു സാഹചര്യം അനുസരിച്ച് നേരത്തെ ആകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടെത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ, അതായത് ഡിസംബർ മാസത്തിൽ തുക നേരത്തെ എത്തിയിരുന്നു. ന്യൂ ഇയറോടൊക്കെ അനുബന്ധിച്ചാണ് എന്ന് പറഞ്ഞാൽ പോലും തുക നേരത്തെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുകൂടാതെ തന്നെ എല്ലാ മാസവും തുക ഈ ഒരു വരുന്ന സമയങ്ങളിൽ, അടുത്ത മാസങ്ങളിലെല്ലാം തന്നെ തുക നേരത്തെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയെല്ലാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. മാത്രമല്ല, ഇനി വരുന്ന സമയത്ത് പെൻഷൻ തുക ഉൾപ്പെടെ മറ്റു പല ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും കറക്റ്റായി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.